ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും വീണ്ടും പുതിയൊരു ബൈബിൾ സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സങ്കീർത്തനങ്ങൾ 25 പഠിക്കുവാൻ പോകുന്നത്. ഈ സങ്കീർത്തന പഠനത്തിലേക്ക് എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നോക്കാം സങ്കീർത്തനം 25. സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ നിന്ന് തന്നെ ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 25 സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ ഇങ്ങനെയാണ് കാണുന്നത്: ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. അപ്പോൾ 25 സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണെന്നും ഇതിൻ്റെ എഴുത്തുകാരൻ ദാവീദാണെന്നും നമുക്ക് മനസ്സിലാക്കാം. 25 സങ്കീർത്തനത്തിൽ ആകെ 22 വാക്യങ്ങളാണ് ഉള്ളത്. എബ്രായ അക്ഷരമാലാക്രമത്തിലെ 2ാമത്തെ സങ്കീർത്തനമാണ് 25 സങ്കീർത്തനം. അപ്പോൾ 1ാമത്തെ സങ്കീർത്തനമെന്ന് പറയുന്നത് 9ാം സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നാം പരിശോധിക്കുമ്പോൾ അബ്ശാലോമിൻ്റെ മത്സരകാലത്ത് ഈ സങ്കീർത്തനം രചിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. 2 ശമൂവേൽ 16-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലാണ് നാം ആ സംഭവം കാണുന്നത്. ഈ സങ്കീർത്തനത്തെ അനുതാപ സങ്കീർത്തനമായും ചിലർ കാണുന്നു. ഇനി ഈ സങ്കീർത്തനത്തിൻ്റെ വിഭജനം നോക്കാം. 25 സങ്കീർത്തനം മുഴുവനും ദാവീദിൻ്റെ പ്രാർത്ഥനയും ധ്യാനവും ആണ്. ഇതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ദാവീദിൻ്റെ പ്രാർത്ഥന, 8 മുതൽ 10 വരെ ദാവീദ് ദൈവത്തെ ധ്യാനിക്കുന്നു. 11ാം വാക്യം ദാവീദിൻ്റെ പ്രാർത്ഥന, 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ദാവീദിൻ്റെ ധ്യാനം, 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ദാവീദിൻ്റെ പ്രാർത്ഥനയുമാണ്. മുമ്പേ പറഞ്ഞതുപോലെ ഈ സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ദാവീദിൻ്റെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെക്കുറിച്ച് താൻ ധ്യാനിക്കുന്നതുമാണ്. ഇതിൻ്റെ ആദ്യോടന്തം പ്രാർത്ഥനയും ധ്യാനവുമാണ് കാണുന്നത്. അതുകൊണ്ട് ഈ സങ്കീർത്തനം പ്രാർത്ഥനയിൽ തുടങ്ങി പ്രാർത്ഥനയിൽ അവസാനിക്കുന്നു. ഇനി ഈ സങ്കീർത്തനത്തിൻ്റെ വിശദീകരണം നമുക്ക് നോക്കാം. ഈ സങ്കീർത്തനത്തിൻ്റെ ഓരോ ഭാഗങ്ങളും വിശദീകരിക്കുന്നതിനേക്കാൾ പൊതുവായ ഒരു ചിന്ത നൽകുന്നതാണ് യുക്തം എന്ന് കരുതുന്നു. കാരണം ഇതിൻ്റെ 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥനയും ദാവീദിൻ്റെ ധ്യാനവും ആണ്. ഈ സങ്കീർത്തനത്തിൻ്റെ പൊതുവായ ഒരു വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സങ്കീർത്തനം നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം 25. യഹോവേ, നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യഹോവേ, നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്കിൽ പ്രത്യാശ വയ്ക്കുന്നു. യഹോവേ, നിൻ്റെ കരുണയും ദയയും ഓർക്കണമേ. അവ പണ്ടുപണ്ടേ ഉള്ളവയല്ലോ. എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിൻ്റെ കൃപപ്രകാരം നിൻ്റെ ദയ നിമിത്തം എന്നെ ഓർക്കണമേ. യഹോവ നല്ലവനും നീരുള്ളവനുമാകുന്നു. അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. യഹോവേ, എൻ്റെ അകൃത്യം വലിയത്. നിൻ്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. യഹോവ ഭക്തനായ പുരുഷനാർ. അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യഹോവയുടെ സഹിതം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. എൻ്റെ കണ്ണെപ്പോഴും യഹോവയിലേക്കാകുന്നു. അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു. എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എൻ്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. എൻ്റെ ശത്രുക്കളെ നോക്കണമേ. അവർ പെരുകിയിരിക്കുന്നു. അവർ കഠിനദേശത്തോടെ എന്നെ ദ്വേഷിക്കുന്നു. എൻ്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ.
നിന്നെ ശരണമാക്കിയിരിക്കയാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, ഇസ്രായേലിനെ അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. ഇവിടെ ദാവീദ് ദൈവത്തിങ്കിലേക്ക് തൻ്റെ മനസ്സുയർത്തുന്നു. സങ്കീർത്തനങ്ങളിൽ ദാവീദിൻ്റെ പ്രാർത്ഥനയുടെ വിവിധ രീതികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനം 121:1, 123:1 ഈ രണ്ട് സങ്കീർത്തനങ്ങളിൽ ദാവീദ് കണ്ണ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അതുപോലെ സങ്കീർത്തനം 141:2 വാക്യം, 143:6 വാക്യം ഇവിടെ നാം കാണുന്നത് ദാവീദ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഒരു മറുപടിക്കായുള്ള ദാവീദിൻ്റെ യാചനയാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. തൻ്റെ പ്രതിസന്ധിയുടെ വലിപ്പം എത്രത്തോളമുണ്ടെന്ന് തൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദാവീദ് ഒരു മറുപടിയില്ലാതെ ലജ്ജിച്ചു പോകരുതെന്നാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അവൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പാണ് 3-ാം വാക്യത്തിൽ നാം കാണുന്നത്. 3-ാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത്: നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. അതുകൊണ്ട് ദാവീദ് പറയുന്നത് യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല എന്ന് ദാവീദ് പറയുന്നു. 25-ാം സങ്കീർത്തനം 20-ാം വാക്യത്തിലും താനത് ആവർത്തിക്കുന്നു. 20-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ, നിന്നെ ശരണമാക്കിയിരിക്കയാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. ദാവീദിൻ്റെ ഉറപ്പാണ് നാം ഇവിടെ കാണുന്നത്. പ്രാർത്ഥിക്കുന്നവൻ ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതൊരു ദൈവ പൈതലിൻ്റെ ഉറപ്പും ധൈര്യവുമാണ്. ദാവീദ് തൻ്റെ ഈ ഉറപ്പ് മറ്റൊരു ഭാഗത്ത് ആവർത്തിക്കുന്നുണ്ട്. 34-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തെ കാത്തിരിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല എന്ന് ഈ സങ്കീർത്തനം നമുക്ക് ഉറപ്പ് നൽകുന്നു. വീണ്ടും നാം ഈ സങ്കീർത്തനം മുമ്പോട്ട് വായിക്കുമ്പോൾ ഇതിൻ്റെ 4-ാം വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം, ദൈവ പൈതലിൻ്റെ പ്രാർത്ഥന ദൈവ സാന്നിധ്യം അവനിലേക്ക് അടുപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിൻ്റെ 4-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവേ, നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരയണമേ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ ദാസനായ അബ്രഹാമിന് കൂടാരവാതിൽക്കൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിഞ്ഞു. ദർശനമുള്ള യോസേപ്പിന് കാരാഗൃഹത്തിൽ ദൈവ സാന്നിധ്യമുണ്ടായി. പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് സിംഹക്കുഴിയിൽ ദൈവ സാന്നിധ്യമുണ്ടായി. പ്രാർത്ഥിക്കുന്ന പൗലോസിന് ആടിയുലയുന്ന കപ്പലിൽ ദൈവ സാന്നിധ്യമുണ്ടായി. പ്രാർത്ഥിക്കുന്ന യോഹന്നാൻ പത്മോസിൽ ദൈവ സാന്നിധ്യമുണ്ടായി. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അവൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ അവൻ്റെ വിഷയത്തിൻ്റെ മേൽ ദൈവ സാന്നിധ്യമുണ്ടാകും. കാരണം അവനെ കാത്തിരിക്കുന്നവരാരും ലജ്ജിച്ചു പോകുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ദൈവമക്കൾ തളർന്നു പോകരുത്. പ്രാർത്ഥന എന്ന് പറയുന്നത് നിസ്സഹായതയുടെ നടുവിലുള്ള നിലവിളിയല്ല, മറിച്ച് പ്രശ്നങ്ങൾക്ക് നേരെയുള്ള ശക്തമായ ആയുധമാണ്. പൗലോസ് സർവായുധ വർഗങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് എല്ലാ ആയുധങ്ങൾക്കും മീതെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു: സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മുന്നേറാൻ, പ്രാർത്ഥനയിൽ പോരാടാൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ സങ്കീർത്തനം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത സങ്കീർത്തനവുമായി വരുന്നതുവരെ എല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ, സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.